ലക്ഷ്യം മനസ്സിൽ ദൃശ്യവൽക്കരിച്ച് വിജയം നേടി ചരിത്രത്തിൻ്റെ ഭാഗമായ ഫ്ലോറൻസ് ചാഡ്വിക്കിനെ പരിചയപ്പെടാം. ഇംഗ്ലീഷ് ചാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിക്കടക്കുന്ന ലോകത്തിലെ ആദ്യ വനിതയാണ് ഫ്ലോറൻസ് ചാഡ്വിക്ക്. 1952 ഫ്ലോറൻസിൻ്റെ 34-ാം വയസ്സിൽ മറ്റൊരു സാഹസിക ഉദ്യമത്തിനായി അവർ തയ്യാറെടുത്തു. അമേരിക്കൻ വൻകരയിൽ നിന്നും കുറച്ചു ദൂരെയുള്ള കാറ്റലീന ദ്വീപിൽ നിന്ന് കാലിഫോർണിയ തീരം വരെ നീന്തിക്കയറുക. ഈ ദൂരം കീഴടക്കുന്ന ആദ്യ വനിതയാവുകയായിരുന്നു ലക്ഷ്യം. നിർഭാഗ്യവശാൽ ദൗത്യത്തിനായി അവർ തീരത്തെത്തിയ ദിവസം കട്ടിയേറിയ മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നു. കൂടെ വരുന്ന അകമ്പടി ബോട്ടുകൾ മൂടൽമഞ്ഞിൻ്റെ സാന്ദ്രത കൊണ്ട് കാണാനില്ല. മുന്നിൽ മൂടൽമഞ്ഞിൻ്റെ കനത്ത ഭിത്തി മാത്രം. ശരീരം മരവിച്ചിരിക്കുന്നു. ഏതാണ്ട് 15 മണിക്കൂറായി ഇടതടവില്ലാതെ നീന്തുകയായിരുന്നു അവർ. അവിടെ എവിടെയായി കടലിൽ കൊമ്പൻ സ്രാവുകളുടെ കൂട്ടം കാണാം. കൊടും തണുപ്പിൻ്റെ കൈകൾ കൊണ്ട് കടൽ പിന്നിലേക്ക് വലിച്ചു പിടിക്കുന്നത് പോലെ ഫ്ലോറൻസിന് തോന്നി. അവർ മുന്നോട്ട് നീങ്ങി. മണിക്കൂറുകൾ കഴിഞ്ഞുകൊണ്ടേയിരുന്നു. ദേശീയ ടെലിവിഷനിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ശ്രമം ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് കണ്ടിരുന്നു. അകമ്പടി ബോട്ടുകളിലൊന്നിൽ ഫ്ലോറൻസിൻ്റെ അമ്മയും പരിശീലകനും ഉണ്ടായിരുന്നു. ഇനിയേറെ ദൂരമില്ല, അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഫ്ലോറൻസിന് ആകെ കാണാൻ കഴിയുന്നത് മൂടൽമഞ്ഞിൻ്റെ കനത്ത ആവരണം മാത്രം. ഫ്ലോറൻസ് ഇതിനു മുമ്പ് ഒരിക്കലും ഉദ്യമം വിജയിപ്പിക്കാതെ പിൻവാങ്ങിയിരുന്നില്ല. പക്ഷേ ഇത്തവണ ദൗത്യം വിജയിപ്പിക്കാൻ ഒരു തരത്തിലും കഴിയാത്ത വിധം ശരീരം കുഴഞ്ഞിരുന്നു. തന്നെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കാൻ അവർ അപേക്ഷിച്ചു. അകമ്പടി ബോട്ടുകൾ കോരിയെടുത്തതിന് ശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് കഷ്ടിച്ച് 200 മീറ്റർ അകലെയായിരുന്നു കര. അവർ പൊട്ടിക്കരഞ്ഞുപോയി. മണിക്കൂറുകൾ കഴിഞ്ഞ് അപ്പോഴും മരവിപ്പ് മാറിയിട്ടില്ലാത്ത ശരീരം തിരുമ്മിക്കൊണ്ട് അവർ ഒരു വാർത്താലേഖകനോട് പറഞ്ഞു, നോക്കൂ, ഞാൻ എന്നെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ കര കണ്ടിരുന്നെങ്കിൽ ഞാൻ നീന്തിയെത്തിയേനെ. ക്ഷീണമോ വെള്ളത്തിൻ്റെ തണുപ്പോ ഒന്നുമല്ല, മൂടൽമഞ്ഞാണ് ഫ്ലോറൻസിൻ്റെ വിജയത്തിന് തടസ്സമായത്. അതായത് കര കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. 2 മാസം കഴിഞ്ഞ് ഫ്ലോറൻസ് വീണ്ടും ശ്രമിച്ചു. ഇത്തവണയും കനത്ത മൂടൽമഞ്ഞ് കാഴ്ചയെ മറച്ചു. പക്ഷേ ഫ്ലോറൻസിൻ്റെ മനസ്സിന് ലക്ഷ്യം വ്യക്തമായി ദൃശ്യവൽക്കരിക്കപ്പെട്ടിരുന്നു. മൂടൽമഞ്ഞിൻ്റെ കനത്ത ആവരണത്തിന് തൊട്ടു പിന്നിലാണ് കരയെന്ന് അവർ കൃത്യമായി കണക്ക് കൂട്ടി. സർവശക്തിയും സംഭരിച്ച് അവർ നീന്തി. ദൗത്യം വിജയിച്ചു. ഫ്ലോറൻസ് ചാഡ്വിക്ക് കാറ്റലീന ചാനൽ നീന്തിക്കടക്കുന്ന ആദ്യ വനിതയായി. അതും പുരുഷന്മാരുടെ റെക്കോർഡിനേക്കാൾ 2 മണിക്കൂർ കുറഞ്ഞ സമയത്തിൽ. കണ്ടില്ലേ, ലക്ഷ്യസ്ഥാനം മനസ്സിൽ ദൃശ്യവൽക്കരിച്ചപ്പോഴാണ് ശരീരത്തിൻ്റെ ക്ഷീണമെല്ലാം മറന്ന് പരിശ്രമിക്കാനുള്ള മാനസിക ശക്തി ലഭിച്ചത്. നമുക്കും നമ്മുടെ ലക്ഷ്യങ്ങൾ മനസ്സിൽ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.